മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പെരുമ്പടവം ശ്രീധരൻ്റെ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിൽ ആരുടെയും മനസ്സ് പൊള്ളിക്കുന്ന ഒരു ചോദ്യവും ആ ചോദ്യത്തിനുള്ള സുന്ദരമായ ഉത്തരവും ഉണ്ട്. ദസ്തയേവ്സ്കി എന്ന് പറയുന്ന മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ ചില നിരാശകളിലും ദുഃഖങ്ങളിലും പെട്ടുപോയ സമയത്ത് അല്പം ആശ്വാസം തേടി വഴിയരികെയുള്ള ഒരു മദ്യശാലയിലേക്ക് കയറി ചെല്ലുക. ആ മദ്യശാലയിൽ നിന്ന് ഒരു മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു പോലും, തനിച്ചാണോ ഉള്ളത്? അയാൾ മറുപടി പറഞ്ഞു, തനിച്ചല്ല, തമ്പുരാൻ കൂടെയുണ്ടായിരുന്നു അകത്ത് കയറുന്നത് വരെ. തനിച്ചാണോ? അല്ല, തമ്പുരാൻ കൂടെയുണ്ടായിരുന്നു അകത്ത് കയറുന്നത് വരെ. ജീവിതത്തിൻ്റെ ഏതൊക്കെ സ്ഥലങ്ങളുടെ പടിവാതിൽക്കലാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവനെ ഒഴിവാക്കി മാറ്റി നിർത്തുന്നതെന്ന് ആത്മശോധന നടത്തണ്ടേ? മദ്യശാലയിലേക്ക് കയറിയ ദസ്തയേവ്സ്കി എന്ന് പറയുന്ന മനുഷ്യനോട് മറ്റൊരാൾ ചോദിച്ച ചോദ്യമാണ് ചങ്കുലയ്ക്കുന്നത്. മദ്യശാലയിലേക്ക് തനിച്ചാണോ വന്നത്? അയാൾ പറഞ്ഞ മറുപടിയാണ് അതിനേക്കാൾ ചങ്കുലയ്ക്കുന്നത്. തനിച്ചല്ലെന്നേ, തമ്പുരാൻ കൂടെയുണ്ടായിരുന്നു ഇതിൻ്റെ പടിവാതിക്കൽ എത്തുന്നത് വരെ. ഏതൊക്കെ ജീവിത സാഹചര്യങ്ങളുടെ പടിവാതിക്കലാണ് നമ്മൾ ദൈവത്തെ പടിയിറക്കി നിർത്തുന്നത് എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ടവനെ, അരുമനാഥനെ, സ്നേഹസമ്പൂർണനായിരിക്കുന്ന ദൈവത്തെ ജീവിതത്തിൻ്റെ ഏതൊക്കെയോ താല്പര്യങ്ങളുടെ, ഏതൊക്കെയോ അനിഷ്ടങ്ങളുടെ, ഏതൊക്കെയോ ജീവിതത്തിൻ്റെ തെറ്റായ ആഗ്രഹങ്ങളുടെയും ആലോചനകളുടെയും മുമ്പിൽ പടിയിറക്കി വെക്കുമ്പോൾ ചോദ്യവും ചോദ്യത്തിനുള്ള ഉത്തരവും നമ്മുടെയും ചങ്കുലയ്ക്കും. തനിച്ചാണോ? അല്ല, തമ്പുരാൻ കൂടെയുണ്ടായിരുന്നു പടിവാതിക്കൽ വരെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.